നമസ്കാരം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നൽകിയ തുറന്ന മനസ്സിന്റെ സ്വാതന്ത്ര്യം അൽമായർക്ക് നൽകിയെങ്കിലും സീറോ മലബാർ സഭയിൽ അൽമായ സംഘടനകളിലെ തലപ്പത്ത് ബിഷപ്പുമാരുമാണ്. മാത്രമല്ല, വൈദികരാണ് പ്രധാനമായും തീരുമാനങ്ങൾ എടുക്കുന്നത്. അൽമായ സഹോദരങ്ങൾ അടിമകളെ പോലെ മുകളിലുള്ളവർ പറഞ്ഞത് അനുസരിക്കും. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലും മാർത്തോമ സഭയിലും കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അൽമായ വിഭാഗമാണ്. ഇന്നും പ്രാദേശിക സീറോ മലബാർ സഭയിൽ വൈദിക മേധാവിത്വം വളരെയേറെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഒരു ക്ലറിക്കൽ സഭയാണിന്നും സീറോ മലബാർ സഭ. മാത്രവുമല്ല, സഭയുടെ പൊതുവേദികളിൽ നിന്ന് പോലും അൽമായരെ കഴിവതും ഒഴിവാക്കുന്ന പ്രവണത കൂടുകയുമാണ്. നിരവധി വിശ്വാസികൾ സീറോ മലബാർ സഭ വിട്ടുപോയി. പ്രബുദ്ധരായ അൽമായരുടെ പങ്കാളിത്തം സീറോ മലബാർ സഭയിൽ ഇന്ന് വളരെ പരിമിതമാണ്. സഭയുടെ ആസ്ഥാനത്ത് നിന്ന് തന്നെ ആത്മീയതയെ അട്ടിമറിച്ച സമ്പത്തും സ്ഥാപനങ്ങളും സഭയിൽ ഇടം തേടുന്നതിന്റെ ഭവിഷ്യത്തുകൾ ഭിന്നതകളുടെയും പരസ്പരം പോരടിക്കുന്നതിന് രൂപത്തിൽ സഭയെയും സഭ മക്കളെയും പൊതുസമൂഹത്തിൽ അപഹാസ്യപ്പെടുത്തുന്നു. സീറോ മലബാർ സഭയിൽ സഭാ സംവിധാനങ്ങളിൽ അൽമായ പങ്കാളിത്തം സജീവമാക്കി ഇതിൽ നിന്നൊരു മാറ്റവും ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകുന്നില്ലെങ്കിൽ കൂടുതൽ വെല്ലുവിളികളെ സഭ നേരിടേണ്ടി വരും.